ഹായ്, ഞാൻ Thesnim Azeez. കുറേ കാലമായി വീഡിയോ ചെയ്തിട്ട് ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഒരു ദോശ അല്ലെങ്കിൽ വെള്ളയപ്പം രണ്ടിൻ്റെ ഇടയിൽ നിൽക്കുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഉഴുന്ന് ചേർക്കുന്നില്ല. നമ്മൾ ദോശയ്ക്കാണെങ്കിൽ ഉഴുന്ന് ചേർക്കും, വെള്ളയപ്പത്തിനാണെങ്കിൽ ഈസ്റ്റ് എല്ലാം ചേർക്കാറുണ്ട്, അപ്പം സോഡ ചേർക്കാറുണ്ട്. ഇതൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്നതാണ്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന, നല്ല സോഫ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 1 കപ്പ് പച്ചരി, ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. പച്ചരി കുതിരാൻ ഒരു മണിക്കൂർ ഒക്കെയാണ് വേണ്ടത്. അപ്പോൾ നമുക്കതൊന്ന് കുതിർന്ന് വരട്ടെ, എന്നിട്ട് നമുക്ക് അരയ്ക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർക്കാം. ഇത് താല്പര്യം ഇല്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ചിലർക്ക് ഉലുവേൻ്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ചേർക്കണം നിർബന്ധമില്ല, ചേർത്താൽ നല്ലത്. ഇനി ഇതൊന്ന് കുതിർന്ന് വരട്ടെ. കുതിർന്നിട്ടുണ്ട്, അരി കഴുകിയെടുത്തു. ഇനി അതൊരു മിക്സി ജാറിലേക്ക് ഇടാം. അരക്കപ്പ് തേങ്ങ ചിരവിയത്, 1/2 കപ്പ് അവില്. വെളുത്ത അവിലുണ്ടെങ്കിൽ കൂടുതൽ നല്ലത് അതാണ്. എൻ്റെ അടുത്ത് ഇല്ല, അതുകൊണ്ട് ഞാൻ ഈ അവിലാണ്. ഇതിലേക്ക് ഏകദേശം അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം, 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. 1 കപ്പ് എന്തായാലും മതിയാവില്ല, ഞാനൊരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളം. ഇത് നന്നായിട്ട് നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. മാവ് അരച്ചെടുത്തിട്ടുണ്ട്, നല്ല സ്മൂത്ത് പേസ്റ്റായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വയ്ക്കാം. മൂടി വെച്ച് രാവിലെ എടുത്തിട്ട് ചുട്ടെടുക്കാം. രാത്രി അരച്ച് വെച്ചതായിരുന്നു, മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു മാവായിട്ടുണ്ട്. ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർക്കും. ഒരു തവി മാവ് എടുക്കുക, ചൂടായ പാനിലേക്ക് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുക. ഹോൾസ് വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിത് മൂടി വയ്ക്കാം, സിമ്മിലിടാം. ഇത് ചുട്ടെടുക്കുമ്പോൾ തന്നെ നമുക്ക് നെയ്യ് വേണമെങ്കിൽ ഒഴിക്കാം. നെയ്യ് നിർബന്ധമില്ലാത്തവർക്ക് ഒഴിക്കണ്ട, ഞാൻ ഒഴിച്ചിട്ടില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള കുറേ ഹോൾസൊക്കെ ആയി കഴിയുമ്പോൾ, ഇതുപോലെ കുറച്ചൊക്കെ ഹോൾസൊക്കെ വന്ന് കഴിയുമ്പോൾ നമ്മളിത് കവർ ചെയ്യുക. പിന്നെ സിമ്മിലിടുക. പിന്നെ മോൾ ഭാഗം മുഴുവൻ കുക്കായി കഴിയും. പെട്ടെന്നാവും കേട്ടോ. ആയിക്കഴിഞ്ഞിട്ട് എടുക്കാം. നല്ല സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണ് കേട്ടോ. ഏത് കറി കൂട്ടിയിട്ടും കഴിക്കാം കേട്ടോ. ഞാൻ ചട്നി കൂട്ടിയിട്ടാണേ. ദോശ ഉണ്ടല്ലോ, നല്ല റെസിപ്പിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ. വൈകുന്നേരം അരച്ച് വെച്ചാൽ മതി. നമ്മൾ സാധാരണ ദോശയ്ക്കൊക്കെ അരക്കുന്ന പോലെ അരച്ച് വയ്ക്കാം. ഉലുവ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, വേണമെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒട്ടും ഈസ്റ്റോ അല്ലെങ്കിൽ അപ്പസോഡയോ ഉഴുന്നോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ദോശയാണ്. ഇതെൻ്റെ ഓൺലൈൻ കുക്കറി ക്ലാസ്സിൻ്റെ ആഡാണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. എല്ലാ ടൈപ്സ് ഓഫ് ക്ലാസ്സസും നടക്കുന്നുണ്ട്. വീഡിയോ ഇൻ്ററാക്റ്റീവ് ക്ലാസ്സാണ്.